എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ലെജൻഡറി ബൈക്കായിട്ടുള്ള യൂണിക്കോണിൻ്റെ ഒരു റിവ്യൂ ആണ്, ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾ കാണുന്ന പോലെ പഴയ യൂണിക്കോണും പുതിയ യൂണിക്കോണും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രണ്ട് വണ്ടിക്കും വന്നേക്കുന്നുള്ളത് നമുക്ക് നോക്കാം നിലവിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസണിലോട്ട് കിടക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയുടെയും ഡിസൈൻ ഏകദേശം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് എടുത്തറിയേണ്ട ഒരു മാറ്റം വരുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ്. ഈ കാണുന്ന പോലെ നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് ഇപ്പം പുതിയ 2025 മോഡൽ കൊടുത്തിരിക്കുന്നത്. 2024 കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്. കണ്ടില്ലേ, ഹാലജൻ ബൾബാണ് 2024 മോഡൽ യൂണിക്കോണിൽ കൊടുത്തിരിക്കുന്നത്. 25 മോഡൽ കൊടുത്തിരിക്കുന്നത് LED ബൾബ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിൽ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന പോലെ സെയിം തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഡിസൈൻ സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ നിന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ പൈപ്പും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അലോയ് വീല് നമുക്ക് സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ മാറ്റം വരുന്നില്ല. പിന്നെ നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ് രണ്ട് വണ്ടിക്കും കിട്ടുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. അതായത് പഴയ മോഡലിനും പുതിയ മോഡലിനും ആ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്രോമിൻ്റെ ഫിനിഷിംഗ് ആയാലും നോക്കുമ്പോൾ അതും സെയിം തന്നെയാണ് വരുന്നത്, പഴയ വണ്ടിയിൽ നിന്ന് അതുപോലെ തന്നെയാണ് വരുന്നത്. അതിൽ മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഈ പറഞ്ഞ പോലെ ഹാലജൻ ബൾബ് തന്നെയാണ് കിട്ടുന്നത്. ഈ കാണുന്ന ഇത് പഴയ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ, ഇത് പുതിയ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ, അത് രണ്ടും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് ഇതിൻ്റെ സൈഡ് വശങ്ങളോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടാങ്കിലുള്ള ഡിസൈൻ നോക്കിയാലും ഏറെക്കുറെ സിമിലർ ആണ് കൊടുത്തിരിക്കുന്നത്. 13 ലിറ്ററിന് ടാങ്ക് കപ്പാസിറ്റിയാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. അതേപോലെ തന്നെ ഈ ഹോണ്ട എന്നുള്ള എംബ്ലവും കാര്യങ്ങളൊക്കെ അതിലും മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല, സെയിം തന്നെയാണ്. പഴയ വണ്ടിയായാലും അത് 2025 ആയാലും 2024 ആയാലും അത് സെയിം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ കാണുന്നില്ല, അതായത് ഇതിൻ്റെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്റർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു മീറ്ററിൽ എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതിന് ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ യൂണിക്കോൺ റിവ്യൂ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. എങ്കിൽ നമുക്ക് നേരെ പഴയ വണ്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ്. ഇതൊരു ഐക്കോണിക് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ 3 സെക്ഷനായിട്ട് വന്നിരിക്കുന്നു. ഇതിനായിട്ടുള്ള സെക്ഷനാണ് 3 സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തിൽ RPM, കിലോമീറ്റർ, സ്പീഡ്, പിന്നുള്ള വാണിങ്ങും കാര്യങ്ങൾ, ഫ്യൂവലിൻ്റെ വാണിംഗ്, ഇതൊക്കെയാണ് ഈ ഒരു മീറ്ററിൽ ബേസിക് ആയിട്ടുള്ള ആ ഒരു വാണിംഗ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് പുതിയ വണ്ടിയോട് നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, ഫ്യൂവലിൻ്റെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ നമുക്ക് നൂതനമായിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ടോട്ടൽ കിലോമീറ്റർ, ട്രിപ്പ് A വരുന്നുണ്ട്, ട്രിപ്പ് B വരുന്നുണ്ട്. താഴത്തെ സ്വിച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് മൈലേജ്, ആവറേജ് മൈലേജ്, ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു മീറ്ററിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ആ വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിക്കോണിൽ നിലവിൽ അപ്ഡേഷൻ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറയുന്നവർ ഇത് തമ്മിൽ കാണണം. ഫ്രണ്ടിലായിട്ട് നമുക്ക് LED ബൾബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ മീറ്റർ ഈ കാണുന്ന പോലെ മീറ്ററിൽ വലിയൊരു ചേഞ്ച് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ കളർ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഗ്രേ കളറാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കളറും ഗ്രേ തന്നെയാണ് വന്നിരിക്കുന്നത്. നേരെ നമുക്ക് ഓൾഡ് യൂണിക്ക നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതൊരു സിൽവർ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ക്രോം ഫിനിഷ് വരുന്ന ഹാൻഡിലാണ് ഈ ഒരു പഴയ മോഡലിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെ സ്വിച്ചാണ്. സ്വിച്ചിൻ്റെ കാര്യം കൊണ്ട് ഈ സൈഡിലാക്കി ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ലൈറ്റ് ഇവിടെ ആക്കി ഈ ഒരു സെക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. താഴെയായിട്ട് ഇൻഡിക്കേറ്റർ, ഫോണ്, ഈ സൈഡിലായിട്ട് എൻജിൻ ഗിൽ സ്വിച്ച്, അതുപോലെ താഴെ സെൽഫിൻ്റെ സ്വിച്ച്. നമുക്ക് ഇതിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ചസിൻ്റെ അസംബ്ലിയെക്കാട്ടിലും കുറച്ചുകൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൽ അസംബ്ലിയോട്ട് വന്ന സമയത്ത് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം. പാസ് ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, എൻജിൻ ഗിൽ സ്വിച്ച്, സെൽഫിൻ സ്വിച്ച്. അപ്പോൾ സ്വിച്ചസിൻ്റെ പൊസിഷനും കാര്യങ്ങളും മാറിയിട്ടുണ്ട്, പ്രീമിയം ക്വാളിറ്റി ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഫങ്ഷൻ എല്ലാം സെയിം തന്നെയാണ് രണ്ട് വണ്ടിക്കും കിട്ടുന്നത്. മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഈ ഭാഗത്ത് വരുന്നില്ല. നമുക്ക് പുതിയ SP160, SP125 എന്ന ബൈക്കുകളിൽ മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ മീറ്ററിൽ തന്നെയാണ്. അത് ആ ഒരു ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെയുള്ള ബാക്കിയുള്ള ഡിസൈൻ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. സീറ്റിംഗ് ആയാലും ആ പഴയ സീറ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഹോണ്ട ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ അടിപൊളിയായിട്ടുള്ള നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന രീതിയിലുള്ള സീറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പിട്ട് റിവ്യൂവിൽ ചിലർ കമൻറ്റ് ചെയ്തായിരുന്നു സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കണമെന്ന്. ജസ്റ്റ് കീ എടുത്തിട്ട് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ കീ വരുന്നത്. ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ആക്കാവുന്നതാണ്.
കണ്ടല്ലേ, ഈ രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം സീറ്റ് ഓപ്പണിങ്ങും കുറച്ചുകൂടെ സിമ്പിളാക്കി നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കിതിൻ്റെ BS4 മോഡൽ, നേരത്തെയുള്ള BS4 മോഡലിലായിരുന്നു ലോക്ക് ടൈപ്പ് വരുന്നത്. ഇപ്പോൾ ഉള്ള BS6 വന്നപ്പോൾ തൊട്ട് ഈ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഗിയർ നോക്കിക്കഴിഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, യൂണിവേഴ്സൽ ടൈപ്പ്. നമുക്ക് സൈഡ് സ്റ്റാൻഡിൽ ഇൻബിറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലുള്ള സാരി ഗാർഡും കാര്യങ്ങളൊക്കെ ആ ഒരു പഴയ വണ്ടിയുടെ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ബാക്കിലുള്ള ഡിസൈനും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്രോമിൻ്റെ ഫിനിഷ്, മോണോഷോക്ക്, അതൊക്കെ നമുക്ക് BS6 ഇറങ്ങിയ സമയം തൊട്ട് തന്നെ ആ ടൈപ്പ് തന്നെയാണ് കിട്ടുന്നത്. ബാക്കിലോട്ടുള്ള ആ ഡിസൈൻ ആയാലും യൂണിക്കോൺ എഴുതിയ സ്റ്റിക്കറിങ് ആയാലും അതും സെയിം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനിലെ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ബാക്കിലെ ടയർ സൈസും സെയിം ആണ്, അതിലും മാറ്റം വരുത്തില്ല. മാറ്റം വരുത്തിയേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, LED ലൈറ്റ്, പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ അഡീഷണൽ ആയിട്ടൊരു USB-C പോർട്ട് ചാർജറും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയ വണ്ടിക്ക് ആ സൈഡിൽ ഒന്നും വരുന്നില്ല. നമുക്ക് ഈ പുതിയ മോഡലിലാണ് അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതും രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അതിൻ്റെ ഡിസൈനിലും ഹോണ്ട മാറ്റം വരുത്തിയിട്ടില്ല, സൈലൻസറിൻ്റെ ആ ഒരു ഡിസൈനിലും മാറ്റം വരുത്തിയിട്ടില്ല. ഇതിൽ നമുക്കിനി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്രൈസിങ് ആണ്. നമുക്കിപ്പോൾ ഏകദേശം 1,55,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് നമ്മുടെ പുതിയ യൂണിക്കോണിന്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ പഴയ യൂണിക്കോണിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,44,000 രൂപയ്ക്കകത്തായിരുന്നെങ്കിൽ ഒരു 10,000 രൂപ ഡിഫറൻസ് പുതിയ മോഡൽ വന്നപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിൻ്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ നമുക്കിതിൽ വന്നിരിക്കുന്ന മാറ്റം എഞ്ചിനിലാണ്. നമുക്ക് OBD2 വണ്ടിയാണിത്, OBD2A മോഡലാണ്. ഇത് OBD2B മോഡൽ വണ്ടിയാണ്, പുതിയ മോഡൽ യൂണിക്കോൺ. അതായത് കുറച്ചുകൂടെ എമിഷൻ കുറച്ചിട്ടുള്ളത്. അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം പഴയ മോഡൽ വണ്ടിയുടെ സൈലൻസർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ ഡിസൈൻ, ഒരു ചെറിയ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എന്നാൽ നേരെ നമുക്ക് പുതിയ മോഡൽ വണ്ടിയുടെ ആ ഒരു സൈലൻസർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് പുതിയൊരു സെൻസറും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു സെൻസർ കണ്ടില്ലേ, അത് പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ പൊല്യൂഷൻ്റെ കുറച്ചുകൂടെ എമിഷൻ കുറച്ചുകൂടെ കുറച്ചിട്ടുള്ള മോഡലാണ് പുതിയത് വന്നിരിക്കുന്നത്. പുതിയ കാറ്റലിക് കൺവേർട്ടറും കാര്യങ്ങളൊക്കെ ഈ രണ്ട് വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ പൊല്യൂഷൻ്റെ എഫിഷ്യൻസി ആയിട്ടുള്ളത് മോഡൽ ഈ ഒരു പുതിയ മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ. അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രണ്ട് വണ്ടിയിലും വന്നതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് മാറ്റം വന്നിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, USB-C പോർട്ട് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ മീറ്റർ വന്നിട്ടുണ്ട്, അതുപോലെ LED ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വന്നിരിക്കുന്ന മാറ്റം. പിന്നെ അതുപോലെ പ്രൈസിങ്ങിന് ചെറിയൊരു വേരിയേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ രണ്ട് വണ്ടികളുടെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിലവിൽ നമ്മുടെ ഇരിക്കുന്ന വണ്ടികളെല്ലാം സ്റ്റോക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുതിയ മോഡൽ, ഇതിൻ്റെ പുതിയ ലോഡും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇനി നിലവിൽ നമ്മുടെ കയ്യിൽ ഏത് ഷോറൂമിലും വണ്ടിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് വണ്ടികളെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.